ഇപ്പോൾ വൈറലായിട്ടുള്ള ഈ ഒരു ഐറ്റമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ബൺ മസ്ക് റെഡിയാക്കിയിട്ട് പിന്നെ ഇറാനി ചായ റെഡിയാക്കിയിട്ട് ആ ചായയിൽ ഈ ഒരു ബണ്ണ് മുക്കി കഴിക്കാനുണ്ടല്ലോ, എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ബണ്ണിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ബട്ടർ എടുക്കുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കുക. ബട്ടർ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം ഇതുപോലെ ചെയ്യുക. എന്നാലാണ് നമുക്ക് ഇത് നല്ല ക്രീം പരുവത്തിൽ ആയി കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതിയോളം ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് ചേർത്ത് കൊടുക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. പക്ഷേ എങ്കിൽ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുമ്പോഴാണ്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ക്രീം പരുവത്തിൽ ആക്കിയെടുക്കണം. ഞാൻ കുറച്ചും കൂടെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ചും കുറവാണ്. അപ്പോൾ കുറച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ നല്ല ക്രീം പരുവത്തിൽ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്ക് ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ക്രീമായി കിട്ടൂല, ലൂസായി പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ 50 ഗ്രാം ബട്ടറിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുത്തതിന്. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിതാ ബന്നാണ് എടുത്തിട്ടുള്ളത്. എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്ന് തന്നെ എടുക്കാൻ നോക്കുക. ഈ ഒരു ബൺ മസ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നായാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ ബന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ആ ഒരു ബട്ടർ ക്രീം ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്രീം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു 50 ഗ്രാം ബട്ടർ കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ക്രീം ഉണ്ടല്ലോ, 6 ബന്നിലേക്ക് കറക്റ്റായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബട്ടറൊക്കെ എടുക്കാം. അപ്പോൾ കുറവാണ് വേണ്ടതെങ്കിൽ ബട്ടറിൻ്റെ അളവൊക്കെ കുറച്ചിട്ടെടുത്താൽ മതി. കറക്റ്റ് 6 ബന്നിന് കറക്റ്റായിട്ടുണ്ടേനു ഇത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തും ഇതുപോലെ ഒന്ന് ബട്ടർ ക്രീം സ്പ്രെഡ് ആക്കി കൊടുക്കുക. അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബൺ മസ്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടെ ഞാൻ നല്ലൊരു ഇറാനി ചായയാണ് ഉണ്ടാക്കിയത്. ഇറാനി ചായ തന്നെ വേണമെന്നില്ല, ഇറാനി ചായ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അടുപ്പത്തിൽ ഏലക്കായൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുത്ത കട്ടൻ ചായയിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഇറാനി ചായ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇറാനി ചായ കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ ബൺ മസ്ക ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഇറാനി ചായയിലേക്ക് മുക്കി കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.